ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു കേസരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ റവ കേസരി ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ റവ കേസരി ഉണ്ടാക്കാൻ തുടങ്ങാം. കേസരി ഉണ്ടാക്കാൻ ആവശ്യമായ ഗോതമ്പ് നുറുക്ക് നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചതാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് നുറുക്കാണ്. ഗോതമ്പ് നുറുക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റവ പോലെ ചെറിയ ഗോതമ്പ് നുറുക്കും കൂടുതൽ വലിപ്പം കൂടിയ ഗോതമ്പ് നുറുക്കും എടുക്കരുത്. നമ്മൾ സാധാരണ നുറുക്ക് ഗോതമ്പ് ഉപ്മാവ് ഉണ്ടാക്കാൻ എടുക്കുന്ന പാകത്തിലുള്ള ഗോതമ്പ് വേണം എടുക്കാനായിട്ട്. കൂടുതൽ വലിപ്പം കൂടിയ ഗോതമ്പ് നുറുക്കാണെങ്കിൽ നമ്മളൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് നുറുക്കാണ്. ഇനി ഇതിനായിട്ട് വേണ്ടത് ഒരു 10 കശുവണ്ടി, കുറച്ച് കിസ്മിസ്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ആവശ്യത്തിന് നെയ്യ്, ആവശ്യത്തിന് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന്റെ പാകത്തിന് എടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. എനിക്കധികം മധുരം വേണ്ടാത്തതുകൊണ്ടാണ്. മധുരം കൂടുതൽ വേണമെങ്കിൽ 1 കപ്പ് പഞ്ചസാര വരെയൊക്കെ എടുക്കാം, അല്ല നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കുക. കേസരി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ ചൂടാക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നെയ്യ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടി ഇട്ട് വഴറ്റണം. ഇപ്പോൾ കശുവണ്ടി ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് വഴറ്റണം. ഇപ്പോൾ കശുവണ്ടി ബ്രൗൺ കളറും കിസ്മിസൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ബാക്കി നെയ്യിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. 2-3 മിനിറ്റ് കൈ എടുക്കാതെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഗോതമ്പെല്ലാം ഒന്ന് ഡ്രൈ ആയി ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കേസരി കുറച്ച് കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഓറഞ്ച് റെഡ് കളറ് സ്വല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേസരിക്ക് നല്ല കളർ കിട്ടും. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇത് ഉണ്ടാകുകയില്ല. പിന്നെ ചിലർക്ക് ഈ കളറൊന്നും ഇഷ്ടമാവില്ല. അങ്ങനെയുള്ളവരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കളർ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേസരി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പ്രഷർ കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കർ സ്റ്റവിൽ വെച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞ് രണ്ടാമത്തെ വിസിൽ വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഗോതമ്പ് നുറുക്കെല്ലാം നല്ല പാകത്തിന് വെന്ത് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി കുറച്ച് ലൂസായി വന്നിട്ടുണ്ട് കേസരി. ഇതൊന്ന് നന്നായിട്ട് തിക്കായി പഞ്ചസാര ഒന്ന് കേസരിയിൽ പിടിക്കുന്നവരെ കുറച്ച് സമയം നമുക്ക് കുക്ക് ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കേസരി കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ തിക്കായി പോകേണ്ട, കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും ഇത് നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ പാകുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്യാം.
ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവിൻ്റെയും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. കശുവണ്ടിയും കിസ്മിസും ചേർത്തതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, നെയ്യുടെയും കശുവണ്ടി വറുത്തതിൻ്റെയൊക്കെ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഈ റെഡിയായ കേസരി നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാം. സർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കശുവണ്ടി കിസ്മിസൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേസരിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്